പ്രേമത്തിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ലേബല് സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിനെങ്ങനെയാ കാണുന്നത്? അത് ഇന്നും എനിക്കൊരു വിസിറ്റിംഗ് കാർഡാണ്. എവിടെയെങ്കിലും പോകണം, എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറഞ്ഞാൽ എനിക്കൊരു എക്സ്ട്രാ ഒരു പ്രയോറിറ്റി കിട്ടും. കലിപ്പില് ആ സ്റ്റേജിന്റെ താഴെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തുടങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പിന്നെ മെല്ലെ മുണ്ട് അവര് ടീച്ചേഴ്സിന്റെ മുന്നിൽ നിന്ന് ഒന്ന് താഴ്ത്തിയിട്ട് വീണ്ടും പൊക്കി അതങ്ങ് നടക്കുന്നതുകൊണ്ട് കലിപ്പ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ട്യൂൺ ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവുന്നു. എന്ത് ട്യൂൺ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തേക്കാം. ദേഷ്യം വരുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോ നീ ഒന്ന് ദേഷ്യത്തിലൊന്ന് പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് അവരെക്കൊണ്ട് പറഞ്ഞു നോക്കി. അതായത് പറഞ്ഞത് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്കിൽ ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഏത് പ്രേമ ഏറ്റവും ഇഷ്ടം? ഏത് വേർഷൻ ഓഫ് പ്രേമ? ഈ നമ്മുടെ മലയാളം പ്രേമം തന്നെയാണ്. അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിപ്പോ അൽഫോൺസിനോട് തന്നെ ആ പടം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. അതെ. പെറ്റ് ഡിറ്റക്റ്റീവിലെ ഒരു ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ഏതാ? മറ്റേ മെക്സിക്കൻ താലപ്പൊലി എന്ന ട്രാക്ക്. മെക്സിക്കൻ താലപ്പൊലി ട്രെയിലറിൽ കേൾക്കുന്ന ട്രാക്ക് അത് അദ്രിയുടെ മാജിക്കാണ്. ആദ്യത്തെ വരിയുടെ ട്യൂണും ലിറിക്സും അവന്റെ വായിന്നത് അതേ വന്നേ. അവൻ ആ മീറ്ററിൽ തന്നെ അവനത് പാടി പറഞ്ഞു എൻ്റെ അടുത്ത്, എടാ ഇതെങ്ങനെയുണ്ട്, ആലുവ പുഴയുടെ തീരത്ത്. ഇത് കൊള്ളാം. പിന്നെ ബാക്കി ഞങ്ങൾ പിന്നെ ഫില്ല് ചെയ്തു. ഈ കൾച്ചറിൽ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ലെന്ന്. ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും ഈ നാളിൽ, തളരുന്നൊരെൻ്റെ തണുതോറും നിന്റെ അലതെല്ലും പ്രണയത്താലുണരും മലരേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ്, ഇന്ന് പാട്ടിനൊപ്പത്തിൽ എൻ്റെ കൂടെ ഉള്ളത് രാജേഷ് മുരുകേശൻ. വെൽക്കം. ഞാൻ ഇന്ന് പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടിപ്പോൾ ഇറങ്ങി നിൽക്കുമ്പോൾ ഞാൻ ജയവിഷ്ണുവിൻ്റെ അടുത്തും പ്രണീഷിൻ്റെ അടുത്തും ഡയറക്ടറും കോറൈറ്ററും അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, രാജേഷ് മുരുകേശൻ്റെ വർക്ക് എന്താണ്, നിങ്ങൾ ആ പടത്തിനെ എങ്ങനെ പുള്ളി ലിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്തൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് രാജേഷ് മുരുകേശൻ. ശരിക്കും അപ്പോൾ വളരെ കുറച്ച് സമയത്തിൽ ഭയങ്കരമായിട്ട് പക്ഷേ എക്സൈറ്റഡ് ആയി. നമ്മളിങ്ങനെ ആ പടം കണ്ട് ആ പടത്തിനെ നിങ്ങൾ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് നേരെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നതിൽ. പെറ്റ് ഡിറ്റക്റ്റീവ് എങ്ങനെ ഷറഫൊക്കെയാണോ വിളിക്കണേ? ഷറഫൊക്കെ എന്നെ വിളിക്കുന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവര് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു 2018 അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ഐഡിയയിൽ ഇവര് പതുക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അത്ര നേരത്തെ ഉണ്ടായിരുന്നു? അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. ഇത് കുറച്ചായിട്ട് ഇത് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവരവരുടെ ബിസി ഷെഡ്യൂൾ അനുസരിച്ച് അത് കുറച്ച് ദിവസം പിന്നെ ഒരു 6 മാസത്തെ കാര്യം കാണുമല്ലോ. അങ്ങനെ ഇപ്പൊ ഞാൻ ഗോൾഡ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ വർക്ക് കുറച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ നിന്നു. പിന്നെ പെട്ടെന്ന് കഴിഞ്ഞ വർഷം വിളിച്ചിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു. പിന്നെ അതൊരു 2 months പിന്നെ ഡിലേ വന്നെങ്കിൽ പിന്നെ ഒരു കോൾ വന്നിട്ട്, എടാ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യാണ്, ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇന്ന് റിലീസായി. എങ്ങനെയുണ്ടായിരുന്നു തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ? തിയേറ്ററിൽ രസമുണ്ട്. പിന്നെ മോർ ദാൻ ദാറ്റ് ഞങ്ങൾ അതിനെ ഞങ്ങൾ ഒത്തിരി ക്രിട്ടിസൈസിൽ അങ്ങനെ ക്രിട്ടിക്കലി കുറെ ചർച്ച ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ടൈം എടുത്തത് കൊണ്ട് അതിപ്പോ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയില്ല. ബട്ട് വി എൻജോയ്ഡ് ഓൾ ദി ഫ്രെയിംസ്. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എൻജോയ് ചെയ്ത് ജോളിയായിട്ട് ചെയ്തത് കൊണ്ട് അങ്ങനെ മോശമുള്ളൊരു സാധനം നല്ലടാ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ച്. ഞാൻ രാജശേഖരനെ ഒരാൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കാം. അപ്പോൾ സാധാരണ ആളുകൾ അങ്ങനെ വലിയ രീതിയിൽ ഇപ്പം ഇതൊന്നും കണ്ടിട്ടില്ലാത്ത രാജേഷ് മുരുകേശൻ പ്രേമത്തിന്റെ മ്യൂസിക് പുള്ളിയുടെ ഒരു വർക്ക് ഗംഭീരമല്ലേ, അങ്ങനെയാണ്. അപ്പൊ എപ്പോഴും പ്രേമത്തിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ലേബല് സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിനെങ്ങനെയാ കാണുന്നത്? അതെനിക്ക് ഭയങ്കര ഓണറായിട്ടാണ് കാണുന്നത്. അത് ഇന്നും എനിക്കൊരു വിസിറ്റിംഗ് കാർഡാണ്. എവിടെയെങ്കിലും പോകണം, എവിടെയെങ്കിലും പോയിട്ട് ആരെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് പറഞ്ഞാൽ എനിക്കൊരു എക്സ്ട്രാ ഒരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ് ഓണസ്റ്റ്ലി ഐ തിങ്ക് അത് ഔട്ട് ഓഫ് ലവ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. അത് ഏൺ ചെയ്തതാണെന്നും ഞാൻ വിചാരിക്കുന്നു. സോ ഐ തിങ്ക് ഐ എം എൻജോയിങ് ഇറ്റ്. ഷാറുഖൊക്കെ ആയിട്ടുള്ള കണക്ഷൻ പ്രേമത്തിന്റെ സമയത്ത് തുടങ്ങുന്നതാണോ അതോ നേരത്തെ മുന്നേ അൽഫോൺസ് ഇവരൊക്കെ ഇവിടെ ഗോബൂസ് ചായക്കടയിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഷറഫൊക്കെ കാണാറുണ്ട്. എന്നിട്ട് അപ്പൊ പുള്ളി സീസൺസ് ഇന്ത്യ എന്നൊക്കെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആയിരുന്നു. ഇൻഫാക്ട് പുള്ളിയുടെ ലൈഫ് ജേർണി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ബിക്കോസ് പുള്ളി ടാക്സി ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് കുറെ കപ്പിൾസിനെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് ഓക്കെ ഇനി നമുക്ക് പാഷൻ ഡ്രൈവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടിങ്ങിലേക്ക് വന്നൊരു വ്യക്തിയാണ്. സോ ഫ്രം വേർ ഐ സോ ഹിം, ഞാൻ എപ്പോൾ കണ്ടോ എങ്ങനെ കണ്ടോ
അന്ന് പേഴ്സണാലിറ്റി രീതിയിൽ പുള്ളി ഒന്നും മാറിയിട്ടൊന്നുമില്ല. സ്റ്റിൽ ദ സെയിം പേഴ്സൺ. പുള്ളി കുറച്ചുകൂടെ എൻഹാൻസ് ആയിരുന്നേ ഉള്ളൂ. വ്യക്തിക്ക് ഒരു മാറ്റമില്ല. വ്യക്തി സ്റ്റിൽ ഡ്രൈവിംഗ് ഹിസ് പാഷൻ. അത് നമുക്ക് ഭയങ്കര ഒരു ഡ്രൈവാണ്. ഇന്ന് പുള്ളി സ്വന്തം പടം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്, അതിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റുന്ന പുള്ളിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഐ ഫീൽ വെരി ഓണേർഡ്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോഴും കൊച്ചിയിലേക്ക്, ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് വൈകുന്നേരം ചായ കുടിക്കാൻ വിളിക്കുന്ന, അല്ലെ വൈകുന്നേരം ഒന്ന് കൂടാൻ വേണ്ടി വിളിക്കുന്ന കുറേ പേരുണ്ട്. അതിൽ ഈ പറഞ്ഞ ആൾക്കാരും ഈ ടീമുകളും ഒക്കെ പെടുന്നുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അല്ലേ. നിങ്ങളുടെ സൗഹൃദം ഇനീഷ്യലി സ്റ്റാർട്ട് ഈ ഗ്യാങ് ഇങ്ങനെ ഡെവലപ്പായി ഒരു ആലുവ ടീമിലേക്ക് അങ്ങ് വരുന്നത് എങ്ങനെയാ? ഭയങ്കര പാഷനറ്റ് ഗ്രൂപ്പായിരുന്നു ഇവര്. ഞാൻ ഇപ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറയിൽ പഠിച്ചു പഠിച്ചിരുന്നത്. പക്ഷെ ഞാൻ കോളേജിലാണ് അൽഫോൺസിനെ ശബരിനെ ഒക്കെ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് ഓൾറെഡി സിജു, ഷറഫ് ഇവരൊക്കെ നേരത്തെ അറിയാം, നിവിനൊക്കെ അറിയാം. സോ അത് കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ പാഷനാണുള്ളത്. സിനിമ എന്നുള്ളൊരു പാഷൻ, അഭിനയിക്കണം എന്നുള്ള പാഷൻ, സിനിമ എടുക്കണം. അപ്പത്തെ സിനിമ വേറെ ആരെയും കുറിച്ച് ചർച്ചകളില്ല. അതായിരുന്നു ഇതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. ഗോസിപ്പ് ചർച്ചയില്ല. എല്ലാം പുതിയ സിനിമ, ആ സിനിമ അവരത് അങ്ങനെ ചെയ്തു, നമുക്ക് എന്തൊക്കെ ചെയ്യാടാ, ഇതൊക്കെയുള്ളൂ ചർച്ച. സോ അത് തന്നെയാണ് ഇന്നും വർക്ക് ചെയ്ത് വരുന്നത്. ഇന്ന് എല്ലാവരുടെയും മെയിൻ പോയിന്റ് to come back to that spot is to that drive for creation, drive for entertainment. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പ്രേമം വരുന്നത്. അപ്പോൾ എനിക്ക് 2015 എന്നുള്ളൊരു വർഷത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് പ്രേമം. മലരെ കേൾക്കാതെ പോയ ദിവസങ്ങളില്ല ആ സമയത്ത്. റിപ്പീറ്റഡ് ലൂപ്പിൽ കേട്ടുകൊണ്ടിരുന്ന അന്നത്തെ പാട്ട്. പിന്നെ സീൻ കോൺട്ര എന്നുള്ള വാക്ക് അന്നത്തെ ഒരു മെയിൻ വാക്കായിരുന്നു, ഇന്നതില്ല. അങ്ങനെ എല്ലാം A to Z പാട്ടുകളാണെങ്കിലും നമുക്ക് അത്ര റിപ്പീറ്റ് കേട്ടാണ്. പ്രേമം നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായി നമ്മൾ പറയുന്ന ഒരു സിനിമയാണ്. പ്രേമത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് പുതുപുത്തൻ കാലം ആ സമയത്ത് കുറെ പൈസ കയ്യിൽ വന്നു. പിന്നെ കാലം കെട്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ എന്തോ സ്റ്റുഡിയോ ഒക്കെ എന്തോ പറ്റിയെന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ക്ലിയർ ആയില്ല എനിക്കത് എന്ത് സംഭവം. ഞങ്ങൾ ചിലപ്പോൾ തോന്നും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ എനർജിയൊക്കെ ആവാഹിക്കുന്നുണ്ടെന്ന്. സോ ഈ കാലം കെട്ടുപോയെന്ന് ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ അപ്പോൾ ആരുമില്ല, ഞാൻ എൻ്റെ സ്റ്റുഡിയോ മാത്രമേ. സോ അങ്ങനെ നല്ല മഴക്കാലമായിരുന്നു. അങ്ങനെ ഒരു 4-5 days ആരും വീട്ടിലേക്ക് വരുന്നില്ല, ആരും വരണ്ടെന്നുള്ള രീതിയിൽ ഞാനിരിക്കും. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒരു മൂഡിലിരുന്ന് കമ്പോസ് ചെയ്തോണ്ടിരിക്കുക. കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് ശബരിയെ വിളിച്ച് ശബരി അപ്പം തന്നെ എഴുതി, ശബരി തന്നെ പാടിക്കുമെന്ന് പറഞ്ഞ് ശബരി പാടി. അപ്പോൾ മൊത്തത്തിലൊരു ഏറെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഞങ്ങൾ ഇതെടുത്തിട്ട് അൽഫോൺസിനെ കേൾപ്പിക്കാൻ വേണ്ടി പോവാണ്. അതൊരു മഴയുള്ള ടൈമായിരുന്നു. പോയി അവനെ കേൾപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വീട്ടിൽ കറണ്ടില്ല. നൈറ്റ് ഫുള്ള് കറണ്ടില്ല. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഫ്യൂസൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലിരിക്കുക. ശരി, പിന്നെ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രീഷ്യൻ വന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത തെങ്ങ് കത്തിക്കിടക്കുക. നല്ലൊരു ഇടിവെട്ടി ഞങ്ങൾ പോയി വരുന്ന ഗ്യാപ്പിൽ. അപ്പോൾ എൻ്റെ 2 സ്പീക്കർ പോയി, എൻ്റെ സ്റ്റുഡിയോയുടെ ലൈറ്റ്സ് ഒക്കെ പോയി, CPU അടിച്ചു പോയി. ഹാർഡ് ഡിസ്ക് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് എൻ്റെ കയ്യിലായിരുന്നു. സോ പിന്നെയൊക്കെ അപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്, ഈ പാട്ട് റേഡിയോ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്യും. അപ്പോൾ പലവർക്കും അത് അങ്ങനത്തെ ചുമ്മാ ഇറ്റ്സ് ഓൾ കോയിൻസിഡൻസ് ബട്ട് ഇറ്റ്സ് ഓൺലി ഫൺ. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയാം, എടാ ഞാൻ ഇങ്ങനെ കാലം കേട്ടിട്ട് ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുമായിരുന്നടാ. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ വീട്ടിലേക്ക് വണ്ടി കയറ്റിയപ്പോഴത്തേക്ക് ഒരഞ്ഞു, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് തട്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ടാണോ, ശരി ഇപ്പൊ റേഡിയോ വന്നപ്പോൾ ഞാൻ മാറ്റും. പോയി അല്ലേ, എല്ലാം പോയി. ആ മറ്റേതോ പുതുപുത്തക്കാലത്തിൽ കാശ് കിട്ടിയത് എങ്ങനെയാ? അയ്യോ, അതിന്റെ കറക്റ്റ് കഥ എനിക്ക് ഇപ്പോഴും വലിയ പിടിയില്ല. ബട്ട് എനിക്കൊന്ന് അപ്പത്തെ പോസിറ്റിവിറ്റിയിൽ ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇൻഫാക്ട് ഇപ്പൊ മലരെ എന്നുള്ള സാധനമൊക്കെ ചെയ്യുന്നത് ഞാനൊരു 2 മാസമൊക്കെ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്ത് എടുക്കുന്ന ടൈമാണ്. സോ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാം. അപ്പോൾ എനിക്കപ്പോഴത്തെ ഫീലിംഗ് ഒക്കെ ഞാൻ ഇടുക. സോ എനിക്കൊന്നും ഓരോ പാട്ടിനും അതിൻ്റെതായ സ്റ്റോറിയും അതിൻ്റെതായ വെയിറ്റേജും ഉണ്ട്. പ്രേമത്തിൽ ഓരോ പാട്ടിന്റെ കഥ എനിക്കറിയണം. റൊമാൻറ്റിക് സോങ്സ് എപ്പോഴും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചേട്ടന്റെ പാട്ടുകൾ നമ്മൾ വൺസ് അതിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ 10-12 വർഷം കഴിഞ്ഞാലും ഒന്നും മോചനമില്ല. ഈ റൊമാൻറ്റിക് സോങ്സിൽ നമ്മളെങ്ങനെ അവിടെ പിടിച്ചിടാനുള്ള എന്തോ ഒന്ന് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ റൊമാൻറ്റിക് സോങ്സ് ചെയ്യുന്നതിലൊരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? റൊമാൻറ്റിക് സോങ്സ് ചെയ്യാൻ ഭയങ്കര രസമാണ്, ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അതിൽ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യേണ്ട. നോട്ട് ലൈക്ക് എ ത്രില്ലർ മൂവി, അവർ ലൈക്ക് ഭയങ്കര വാശിയേറിയ പാട്ടുകൾ, അതിനൊക്കെ നമ്മൾ ഭയങ്കര ഹെവി സൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യും പോലെ. കലിപ്പ് എന്നുള്ളൊരു പാട്ടാണെങ്കിൽ അതൊക്കെ നമ്മൾ ഭയങ്കര ഹെവി, ആൾക്കാർക്ക് ദേഷ്യം വരണം. ഇതിലങ്ങനെയൊന്നുമില്ല, ഇത് ഭയങ്കര കൂളായിട്ടിരിക്കണം. സോ അപ്പോൾ എൻ്റെ പ്രോസസ്സിൽ ഞാനിങ്ങനെ ട്യൂൺ ചെയ്യാനൊക്കെ ഒത്തിരി സമയമൊന്നും എടുക്കില്ല.
ബാക്കി മ്യൂസിക് ചെയ്യാനൊക്കെ ഒത്തിരി ടൈം എടുക്കും. പിന്നെ മൈക്ക് വെച്ചിട്ട് ഞാൻ ഒരു ടേക്ക് അങ്ങ് പാടും. ആ ടൈം ഞാൻ അതിനെ ട്രസ്റ്റ് ചെയ്യും. ആ ടൈമിൽ എന്ത് ട്യൂൺ വരുന്നോ അതിനെ ഞാൻ ഫിക്സ് ചെയ്യും. അല്ലാതെ ഇതിനെ കുറച്ചും കൂടെ മാറ്റാം, അതിനെ കുറച്ചുകൂടെ മാറ്റാം, അത് ചെയ്യില്ല. ആ പ്രോസസ്സിനെ അങ്ങ് ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2-3 ഡേയ്സ് അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുകയാവും. അങ്ങനെ എന്നെ ഒരു നല്ലൊരു സ്റ്റേറ്റിൽ ഞാനൊന്ന് മാറ്റും. പിന്നെ ഞാനൊരു ടൂളായി മാറി അങ്ങ് പാടും. അതിനെ ആ ഒറ്റ ടേക്കിൽ ആ ട്യൂൺ വരും. അത്ര എനിക്ക് എൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളൂ. മേ ബി അതിൻ്റെ ഞാൻ എവിടെയോ അതിനൊരു ഓണസ്റ്റി ഉണ്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ലവ് സോങ്സ് എപ്പോഴും ഭയങ്കര ക്യൂട്ടാ. ആലുവ പുഴയുടെ തീരത്തിന്റെ മുന്നേ ഉള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതേപോലെ തന്നെ തെളിമാനം മഴവിൽ കഴിഞ്ഞിട്ട് മലരെ എന്ന് വരുന്നതും മലരുടെ രണ്ട് ഇതുണ്ട്. ഈ 2 പാട്ടുകളും സെറ്റ് ചെയ്യുന്നതിന്റെ ഒരു മെമ്മറി എങ്ങനെയായിരുന്നു അൽഫോൺസുമായിട്ട്? ആദ്യം ആലുവപ്പുഴ എന്നുള്ളൊരു പാട്ടിന് മുമ്പ് വേറൊരു പാട്ട് ചെയ്തിരുന്നു. അതും റിജക്റ്റ് അടിച്ച് അഴിച്ച കഴിക്കാൻ റിജക്റ്റ് അടിച്ച് ഇത് വേണ്ട, ഇത് ശരിയാവില്ല, വേണ്ട, ഓക്കെ എന്നിട്ട് ഞങ്ങൾ ചെയ്തത്. ഇപ്പം ഞാൻ ഇങ്ങനെ കമ്പോസ് ചെയ്തോണ്ടിരിക്കുക. ശബരി ഉണ്ട് റൂമിൽ. എടാ എന്താണ് നമ്മുടെ മൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല, നീ നമുക്ക് നോക്കാന്നൊക്കെ ജാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് എന്തോ ചെയ്തോണ്ടിരിക്കുക. ആക്ച്വലി ട്യൂണും ലിറിക്സും ആദ്യത്തെ വരിയുടെ ട്യൂണും ലിറിക്സും അവന്റെ വായിന്നത് അതേ വന്നേ. അവൻ ആ മീറ്ററിൽ തന്നെ അവനത് പാടി പറഞ്ഞു എൻ്റെ അടുത്ത്, എടാ ഇതെങ്ങനെയുണ്ട്, ആലുവ പുഴയുടെ തീരത്ത്, ഇത് കൊള്ളാം. പിന്നെ ബാക്കി ഞങ്ങൾ പിന്നെ ഫില്ല് ചെയ്തു. ഈ കൾച്ചറിൽ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാം എന്തൊക്കെ ചേർക്കണ്ട, കുറച്ച് പഴമ വേണം, പക്ഷെ എന്നാലും കുറച്ചൊരു എക്കാലത്തിനും ക്രിഞ്ചായിട്ട് ഇരിക്കരുത്, നമ്മൾ ഭയങ്കര ഫോഴ്സ്ഫുള്ളി നമ്മളൊരു പഴയ പാട്ട് ചെയ്യാണ് നമ്മൾ തോന്നരുത് എന്നൊക്കെ വിചാരിച്ച് ചെയ്തു വന്നപ്പോഴത്തേക്കും ലിറിക്കലി കുറച്ച് പഴം വരുന്നുണ്ട്, മ്യൂസിക്കലി വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അതൊരു 2 ഡേയ്സിൽ തീർന്നു. പിന്നെ നേരെ അൽഫോൻസ് അയച്ചിട്ട് അൽഫോൻസ് ഓക്കെ പറയുന്നു, ആണോ എന്നാൽ ശരി, അപ്പോൾ നാളെ ഞാൻ ടൈറ്റിൽ അനൗൺസ് ചെയ്യാം. നാളെ നീ ടൈറ്റിൽ അനൗൺസ് ചെയ്യാം, അപ്പോൾ ഞങ്ങൾ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് എൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നതാണ് ആലുവപ്പുഴ പാട്ടിൻ്റെ ഓർമ്മ. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ മ്യൂസിക് സെറ്റ് ചെയ്യുന്ന ആ സ്റ്റാർട്ടിങ്ങിലെ മ്യൂസിക് ആക്ച്വലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ആ ഫ്ലൂട്ട് അങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ രാജേഷ് ചേർത്തല ഫ്ലോട്ടിസ്റ്റ് ചേട്ടനുണ്ട്, പുള്ളി ഒരു ജീനിയസ് ആണെന്ന് പുള്ളി ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ പുള്ളി സ്റ്റുഡിയോയിൽ കയറിയിട്ട് പുള്ളി ഫ്ലൂട്ട് ചെക്ക് ചെയ്യില്ലേ, ഈ കീ ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ, ആ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ തൊട്ടേ ഞാനിപ്പോൾ എഞ്ചിനീയർ അടുത്ത് പറഞ്ഞു, പുള്ളി എന്ത് ടെസ്റ്റ് ചെയ്താലും റെക്കോർഡ് ചെയ്തു. പുള്ളി ചുമ്മാ ഊതുമായിരിക്കും റെക്കോർഡ് ചെയ്തത്. പക്ഷെ ആ റെക്കോർഡിങ് ഒരു 15 മിനിറ്റേ പോയുള്ളൂ ആ ചേട്ടനായിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത്, ചേട്ടാ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണം, ഒരു കോളിംഗ് ബെല്ല് പോലത്തെ ഒരു സാധനം. എന്നിട്ട് ഞാനിങ്ങനെ വാഗൊണ്ട് കാണിച്ചെടുത്തു, ഇങ്ങനെ കാണിച്ചെടുത്ത് ഇതാണ് ഓക്കെ പുള്ളി അതുപോലെ അങ്ങ് വായിച്ചു വെച്ചിട്ട് പുള്ളി പോയി. മലരെയാണെങ്കിൽ 2 ഇതുണ്ട്, മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്ത് പറ്റും മലരിനെ കാണാതിരുന്നാൽ അല്ലേ? ആദ്യത്തെ വരി ശബരി ഒരാഴ്ചയിൽ ചെയ്ത്, എന്നിട്ട് അവൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവൻ അഭിനയിക്കുന്നുണ്ടല്ലോ. സോ പിന്നെ ഒരു 1.5 മാസത്തേക്ക് അവൻ്റെ ഒരു വിവരമില്ല. ഞാൻ ട്യൂണൊക്കെ കൊടുത്തിട്ട് 1.5 മാസമായി. എന്തായും ചോദിച്ചാൽ എടാ സമയം കിട്ടിയില്ല, എന്താടാ എടാ അതൊന്നും വന്നില്ല, അങ്ങനെ പറഞ്ഞ് 1.5 മാസമായി. ഒരു 3-4 ദിവസത്തിൽ അവർക്ക് ഷൂട്ട് തുടങ്ങണമെന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട്, അതെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരാം, വാ. എന്നിട്ട് നേരെ വന്നിട്ട് ഞാൻ നേരെ അങ്ങ് പാടട്ടെ, നേരെ അങ്ങ് പാടിക്കോ എന്നും പറഞ്ഞിട്ട് അവൻ നേരെ ഇത് പാടിയിട്ടാണ് പാടുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്, ഇത് കൊള്ളാലോ, ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു, ഇതെന്തോ സംഭവിച്ചു. ആക്ച്വലി ആ വേർഷൻ ഭയങ്കര രസമാണ്, ശബരിയുടെ വേർഷൻ ഓഫ് മലര് കേൾക്കാനും. അത് ഫസ്റ്റ് ഞങ്ങൾ കൺസീവ് ചെയ്തത് കൊണ്ട് ഭയങ്കര ഒരു ഫീലിംഗ്. പിന്നെ എങ്ങനെ വിജയ് യേശുദാസായ വിജയേട്ടന് ആവാനേ ചാൻസ് ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. എന്നാലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരാൾ തന്നെ എല്ലാ പാട്ടും പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി പേരെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിനീതേട്ടൻ വന്ന് പാടിയിട്ടുണ്ട്, ജോബേട്ടൻ പാടിയിട്ടുണ്ട്, ഇവരെല്ലാവരും എല്ലാ പാട്ടും പാടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്കറിയായിരുന്നു ഇത് വിജയേട്ടൻ തന്നെ പാടാൻ ചാൻസ് ഉള്ളൂ, വിജയേട്ടൻ ഇത് പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് ഉറപ്പായിട്ടും യേശുദാസ് സാറ്, ദാസേട്ടൻ അങ്ങനത്തെ ഒരു നമുക്കറിയാവുന്നൊരു വോയിസ് ആണ്. ആൻഡ് അതിൻ്റെ ഒരു യങ്ങർ സൈഡ് ഇപ്പോൾ ചേട്ടനിലുണ്ട്. ആൻഡ് മോർ ദൻ ദാറ്റ് ജോർജ് എന്നൊരു വ്യക്തി ഇപ്പോൾ അവൻ്റെ ടീൻ കഴിഞ്ഞു, പുള്ളി ഒരു അഡൾട്ടായി. ഹിസ് ലവ് ഇസ് സീരിയസ് ആൻഡ് ഹിസ് ലവ് ഷുഡ് ബി പോയറ്റിക് ഓൾസോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 2 മാച്ചായി. എല്ലാം നിങ്ങൾ ഓരോ ശബ്ദങ്ങൾ പിക്ക് ചെയ്തെടുത്തേ. കലിപ്പിൽ മുരളി ഗോപി ചേട്ടനെ യൂസ് ചെയ്തത്, കലിപ്പിൽ ആ സ്റ്റേജിന്റെ താഴെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തുടങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പിന്നെ മെല്ലെ മുണ്ട് അവർ ടീച്ചേഴ്സിന്റെ മുന്നിൽ നിന്ന് ഒന്ന് താഴ്ത്തിയിട്ടിട്ട് വീണ്ടും പൊക്കി അതങ്ങ് നടക്കുന്ന തൊട്ട് കലിപ്പ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആ കലിപ്പൊക്കെ. കലിപ്പ് ശബരിയുടെ ഒരു ജീനിയസ്നെസ് അതിലുണ്ട്. അവൻ അവനത് എഴുതിയിട്ട് ഞാൻ ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവുന്നു.
എന്ത് ട്യൂൺ ചെയ്തിട്ടും കാര്യമില്ല. ഇവൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തേക്കാം. ദേഷ്യം വരുമ്പോ എന്തൊക്കെ സംഭവിക്കുന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോ നീ ഒന്ന് ദേഷ്യത്തിലൊന്ന് പറഞ്ഞു നോക്കിക്കെന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ട് പറഞ്ഞു നോക്കി. അതിനത് പറഞ്ഞത് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ബാക്കിൽ ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം, എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുരളിച്ചേട്ടനിലേക്ക് എത്തുന്നത് ഞാൻ മറ്റേ 1/2 എന്നുള്ളൊരു സിനിമ ആ സമയത്ത് ഇറങ്ങിയത്. ഞാൻ തിയേറ്ററിൽ ഞാൻ അപ്പൊ വേറൊരു പടം കാണുന്നുണ്ടല്ലോ, ചുമ്മാ റാൻഡം ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കാന്നും പറഞ്ഞിട്ട് പോയി കണ്ട പടം. മുരളിച്ചേട്ടൻ ആ ഡബിങ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി പോയി. പുള്ളി ഒരു സൈക്കോ പോലെയല്ലേ അതില് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ. അതൊക്കെ കണ്ടിട്ട് ദൈവം ഇതെന്ത് മനുഷ്യനാണ്, ഈ മനുഷ്യനെ റെക്കോർഡ് ചെയ്താൽ എങ്ങനെയുണ്ടാവും. ഇത് പിന്നെ ട്യൂണൊന്നും ഇല്ല, ഇത് അവരവരുടെ ദേശമാണ്. ഇത് എങ്ങനെ വേണേലും ആർക്കും പാടാം. പാട്ടല്ല ഇത്, ഇതൊരു ചൊല്ലു പോലെയാണ്. അപ്പോൾ പുള്ളി കൊണ്ട് ചെയ്യിക്കാം. പുള്ളിയുടെ ശബ്ദത്തിന്റെ ഒരു കനവും ആ കനത്തോടെ വരട്ടെ. എനിക്ക് പുള്ളിയുടെ വോയിസ് എനിക്ക് എപ്പോഴും കേൾക്കുമ്പോൾ ഒരു രാക്ഷസന്റെ ഒക്കെ ഒരു ഫീലിംഗ്. ഒരു കല്ലിലിട്ട് വരയ്ക്കുന്ന ഒരു സാധനം. പുള്ളി ഭയങ്കര തമാശ പറഞ്ഞാലും നമുക്ക് അതിന്റെ ബാക്കിൽ ഒരു മുഴക്കം ബാക്കിൽ ഇങ്ങനെ വരൂലേ. സോ അന്ന് അത് പുള്ളി വിളിച്ച് റെക്കോർഡ് ചെയ്തെന്നുള്ളത് തന്നെയാണ് അതിന്റെ. അതെ, ആ ഒരു കനത്തോടെ കലിപ്പ് നിൽക്കുന്നതാണ്. റോക്കാങ്കൂത്ത് ഇന്ന് പലരും പറയും അനിരുദ്ധിനെ കൊണ്ട് പാടിച്ചതാണ്. ഇന്നത്തെ അനിരുദ്ധും അന്ന് മലയാളിക്ക് അനിരുദ്ധ് എന്നുള്ളത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാ അനിരുദ്ധമായിട്ടുള്ള ഒരു സൗഹൃദം വരുന്നതൊക്കെ? നേരം സിനിമ ചെയ്തപ്പോ അവിടെ റെഡ് ജയന്റ് ആണ് എടുത്തത്. അപ്പൊ റെഡ് ജയന്റിന്റെ ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിന് അപ്പൊ കൊലബരിയൊക്കെ ഹിറ്റായിരിക്കുന്നത് കൊണ്ട് അനിരുദ്ധാണ് ഞങ്ങളുടെ ആൽബം ലോഞ്ച് ചെയ്യാൻ വന്നത്. അപ്പൊ ഞങ്ങൾക്ക് പേഴ്സണലി അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എന്നെ വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അന്ന് തൊട്ട് നമുക്കറിയാം. പിന്നെ പേഴ്സണലി പറയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ കാലഘട്ടത്തിൽ ചെറിയൊരു ഈ കുറച്ച് മലയാളം തമിഴ് ഇഷ്യൂസ് ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നൈയിലിരിക്കുക. അപ്പോൾ എനിക്കത് പേഴ്സണലി അറിയാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനിയന്മാരൊക്കെ കോളേജിൽ പഠിക്കുന്നവർ, അവർക്ക് ചെറിയ അടികൊള്ളുക, ചെറിയ ചെറിയ കശപിശകൾ ഉണ്ടാവുക, ഭയങ്കര ന്യൂക്ലിയർ ആയിട്ട് സംഭവിക്കുന്നുണ്ട്. സോ അത് ആക്ച്വലി ഉണ്ടാവേണ്ട കാര്യമില്ല. ഇൻ ദിസ് വേൾഡ് നമുക്കൊരു ഒറ്റ ആവശ്യമില്ലാത്ത കാര്യം. സോ പർപ്പസ്ഫുള്ളി ഞാനും അൽഫോൺസ് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അൽഫോൺസ് ഇങ്ങനെ ഐഡിയ പറഞ്ഞു, നമുക്ക് ചുമ്മാ അനിരുദ്ധിന് ചോദിച്ചാലോ എന്നിട്ട്. അനിരുദ്ധൊക്കെ പാടുമോ എന്നുള്ള രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ അവൻ അന്നേ ഭയങ്കര ബിസി ആയിരുന്നു, അതൊന്നും ഫോണിൽ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സോ അങ്ങനെ ഞാൻ അൽഫോൺസും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വഴി കൂടെ കോൺടാക്ട് ചെയ്ത് നോക്കി. ഞങ്ങൾ ചെന്നൈ പോയിട്ട് ഒരു ആഴ്ച വെയിറ്റ് ചെയ്ത്, ഒരു പണിയില്ലാതെ. ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നൊരു ദിവസം പുള്ളി വിളിച്ചിട്ട് അറിഞ്ഞു നമുക്ക് ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്യാം, അവിടെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് പുള്ളി നൈറ്റ് ഒരു 11 മണിക്ക് വന്നു, രാവിലെ ഒരു 5 മണിക്ക് റെക്കോർഡിങ് തീർത്ത്. സൂപ്പർ ആയിരുന്നു. പുള്ളി വന്നു, പുള്ളിക്ക് വൈബ് ഇഷ്ടമാണ്. പുള്ളി ഇന്നും ആ വൈബ് എല്ലാ പാട്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് അത് ഭയങ്കര ജോളിയായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം വന്നപ്പോൾ തന്നെ ചോദിച്ചു, അപ്പൊ ഞാനാ പാടി വെച്ചത്, ഇത് ആരാ പാടിയത്? ഞാനാ പാടിയത്, ഇത് കൊള്ളാടോ? അങ്ങനെയല്ല, നിങ്ങൾ പാടണം, ഞാൻ പാടാം, പക്ഷെ ഇത് കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പാടി. നമുക്ക് എങ്ങനെയാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് തമിഴ് പടമാ എന്നൊക്കെ ചോദിച്ചില്ല. തമിഴ് പടം ഇല്ല, മലയാള പടം, ബട്ട് ഇത് തമിഴ് സോങ്. ഒരു മലയാള പടത്തിലെ തമിഴ് സോങ്, വൈ ആർ യു ഡൂയിങ്? അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾക്കിപ്പോൾ സ്കൂളിലോ കോളേജിലോ ഡാൻസ് ചെയ്യണമെന്നെങ്കിൽ നമ്മൾ അപ്പത്തെ ഹിറ്റ് പാട്ട്, അപ്പൊ ഒരു തമിഴ് പാട്ട്, അതെ, അപ്പൊ അതുപോലത്തെ ഒരു ഹിറ്റ് ഫോർമുല പാട്ട്. അപ്പൊ ഹിറ്റ് ഫോർമുല പാട്ട് അതുപോലത്തെ സിമ്പിൾ ലിറിക്സ് ഉള്ള ഒരു പാട്ട്, ഒരു വിജയുടെ ഒരു ഓപ്പണിംഗ് ആണെന്ന് വിചാരിച്ചോ, അങ്ങനത്തെ രീതിയിലാണ് കൺസീവ് ചെയ്തത്. ഇതിനല്ലേ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി വന്ന് പാടി. സ്റ്റിൽ വെരി കൂൾ. പ്രേമത്തിലൊരു പാട്ട് എനിക്ക് പാടിത്തരൂ. ഏതാ പാടിന്റെ? ഏത് നിങ്ങളുടെ ഇഷ്ടം. മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടന്നരികത്തിന്നണയാതിരുന്നാൽ അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ, ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരുമറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും ഈ നാളിൽ, തളരുന്നൊരെൻ്റെ തണുതോറും നിന്റെ അലതെല്ലും പ്രണയത്താൽ ഉണരും മലരേ. ഓർമ്മകൾ ഇങ്ങനെ 10 കൊല്ലം പുറകോട്ടാ പോകുന്നത്. ഏത് പ്രേമ ഏറ്റവും ഇഷ്ടം? ഏത് വേർഷൻ ഓഫ് പ്രേമ? ഇത് നമ്മുടെ മലയാളം പ്രേമം തന്നെയാണ്. അതിന് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിപ്പോ അൽഫോൺസിനോട് തന്നെ ആ പടം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. അതൊന്നേ ഉള്ളൂ. അത് അങ്ങനത്തെ അത് ഉണ്ടായി വന്ന പടം. ഞാൻ പല സ്ഥലത്തും പറയും, ഇത്
അത് ഉണ്ടാക്കിയ പടമല്ല, അത് ഉണ്ടായ പടമാണ്. നമ്മളാരും ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് അതില് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര ഡ്രൈവുള്ള ഒരു ടൈമാണ്. എല്ലാവരുടെയും ഏർലി 30s, ഏർലി 30s. ഞാനൊരു 25 ആണെങ്കിൽ അൽഫോൺസ് ഒരു 27, 28 ആയിരിക്കും. സോ ഈ ടൈം പീരീഡിൽ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മേ ബി ലവിന് എനിക്ക് വേറെ കുറേ ഡെഫിനിഷൻസ് ഉണ്ടാവാം ഈ പ്രായത്തിൽ. സോ അന്ന് ഇറ്റ്സ് ഓൾവേസ് ഫ്രഷ്. ഇറ്റ് ഇസ് ദി അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ. നമ്മളെല്ലാവരും അവിടെ പോയി അതെ, അത് നമ്മൾ സ്കൂൾ മുതലേ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ പാർട്ട്ണർ അവളായിരിക്കോ, അന്ന് അവളായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി സബ് കോൺഷ്യസ്ലി ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ കൂടെ വന്നു ചേർന്നത്. പറ്റി ഡിറ്റക്റ്റീവിലെ ഒരു ഏറ്റവും ഫേവറേറ്റ് ട്രാക്ക് ഏതാ? മറ്റേ മെക്സിക്കൻ താലപ്പൊലി എന്നൊരു ട്രാക്ക് ഉണ്ട്. മെക്സിക്കൻ താലപ്പൊലി ഇപ്പൊ ട്രെയിലറിൽ കേൾക്കുന്ന ട്രാക്ക്, അത് അദ്രിയുടെ മാജിക് ആണ്. ശരിക്കും അദ്രിഫൈഡ് ലിറിക്സ് അല്ലേ. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ വർക്ക്ഡ് വിത്ത് ഹിം. ഭയങ്കര സൂപ്പർ ജീനിയസ് യങ് വൈബ്. അദ്രി ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് തന്നെ. അതിയുടെ റെക്കോർഡിങ്സ് ഒക്കെ അതിയുടെ കൂടെ തന്നെ ഇരിക്കുന്ന എന്നെ ചിരിച്ച് നോക്കുമ്പോൾ ഒരു വഴിയാണ്. അപ്പൊ ഇതിലൊന്നും ഞാനൊരു നോ പറയാത്ത, എല്ലാം അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇത് മതിയാണ്. താലപ്പൊലി വരവേക്കുന്നു എന്നുള്ള ആ ട്രെയിലറിലെ വാക്കുകളൊക്കെ അവൻ്റെയാണ്. അപ്പൊ ഞാൻ തന്നെ പറയാം, അപ്പൊ നമുക്ക് ഫീമെയിലെ കൊണ്ടെടുപ്പിക്കാം, ഫീമെയിലെ കൊണ്ടെടുപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ എഴുതിയത്. ലാലാല അടിപൊളി ലിറിക്സ് ആണ്. യെസ്, ലിറിക്കലി എനിക്കൊന്ന് തളരീതിയാകുമ്പോൾ ശബരി എഴുതിയത്, ബാക്കിയൊക്കെ അദ്രിഫൈഡ് ആണ്. ഭയങ്കര രസമല്ല എനിക്ക്. ഒന്നാമത് കുറെ മൃഗങ്ങളും അല്ലെ ഡിറ്റക്റ്റീവ് പിന്നെ പറഞ്ഞ ഹിറ്റ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇനി അടുത്ത ഏതാണ് പടം കാണാൻ പറ്റുക? അയ്യോ, ഇനി അടുത്തത് മലയാളത്തില് ഒന്നും പടം വന്നിട്ടില്ല, കമ്മിറ്റ് ചെയ്തിട്ടില്ലെന്നല്ല. നല്ലൊരു പടം വന്നാൽ എന്തായാലും എനിക്ക് ചെയ്യണം. നല്ലൊരു വർക്ക് വരട്ടെ, നല്ല ടീം, നല്ല വൈബ് വന്നാൽ വെരി ഹാപ്പി. ഇതില് ഇപ്പൊ സ്കോർ ചെയ്യുന്നതാണോ പാട്ടുകൾ ചെയ്യുന്നതാണോ കൂടുതൽ സന്തോഷം തരുന്നത്, ഹൈ തരുന്നത്? അത് സ്കോർ ചെയ്യുന്ന ആണോ? എന്ന് വെച്ചാൽ പാട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റേ അന്ധകാരത്തിൽ നോക്കി ഇങ്ങനെ വായ്പൊളിച്ചിരിക്കണം. നമ്മളൊരു നമുക്കൊരു സ്റ്റോറി ഉണ്ട്, ഈ സ്റ്റോറിക്ക് അനുസരിച്ചൊരു പാട്ട് ചെയ്യണം. സോ അതെപ്പോഴും മറ്റേ ഇരുട്ടത്ത് തപ്പുന്ന പോലെയാണ്. അയ്യോ ഇതല്ല എന്നുള്ളത്. പക്ഷേ ഇത് സ്കോറിൽ നമുക്ക് സീനുണ്ട്. ഈ സീൻ നമുക്ക് ഓഡിയൻസിന് എന്താ ഫീൽ ചെയ്യേണ്ടത്, ഡയറക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ മ്യൂസിക് ചെയ്യുമ്പോൾ ഞാൻ ഹീറോ ആയിട്ട് ഞാൻ കാണും എന്നെ, ഞാനാണ് ഹീറോ. ഇപ്പൊ ഞാൻ ഹീറോ, അപ്പൊ എങ്ങനെയാണ് ഞാൻ എന്നെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അങ്ങനെ വർക്ക് ചെയ്യും. ചിലപ്പോൾ ഡയറക്ടറായിട്ട് പറയുമ്പോൾ ഇല്ല അങ്ങനെ വേണ്ട, നമുക്ക് ഓഡിയൻസ് ഇതിനെ ഇങ്ങനെ കണ്ടാൽ മതി എന്ന് നമുക്ക് വിചാരിച്ച് ചെയ്യാം പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക്. സോ ഇറ്റ്സ് ഈസിയർ. നമുക്കൊരു ഐഡിയ ഉണ്ട് ഇത് എങ്ങടെ പോകേണ്ടത്. മറ്റേത് എങ്ങടെ പോകേണ്ടത് നമുക്ക് കിട്ടൂല. പക്ഷെ ആ പ്രോസസ്സ് കുറച്ച് ടഫാണെങ്കിലും വൺസ് വി ബ്രേക്ക് ത്രൂ സോങ്ങിന്റെ ഒരു 1 minute ഒന്ന് വർക്കായാൽ പിന്നെ അങ്ങോട്ട് പൊക്കോളും. അത് പിന്നെ നമുക്ക് വി കീപ്പ് ഓൺ ഗെറ്റിംഗ് ഐഡിയാസ്. പിന്നെ അതിന് നമ്മുടേതായ അല്ലാതെ എപ്പോഴും നമ്മുടെ ഒരു ബേബീസ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെ നമുക്ക് വെട്ടിമാറ്റുക, പുതിയതായിട്ട് എന്താ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളൊരു ഒരു ക്രിട്ടിക്കൽ തോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. സോങ് അങ്ങനത്തെ ഒരു ഇരുട്ടത്ത് ഒരു സിംഗർ രാജേഷ് മുരുകേശൻ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സിംഗർ വേർഷൻ ഇറക്കാൻ താല്പര്യമുള്ളൂ ഉണ്ട്. ഞാൻ നല്ല സിംഗർ ആവണം. ഇപ്പൊ ഇവർക്കൊക്കെ പാടാൻ വേണ്ടി നമ്മളൊരു ബേസിക് ആയിട്ട് പാടുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് പാടാനൊക്കെ പറ്റുന്നു. പക്ഷെ ഇവരൊന്ന് പാടിയാൽ പൊളിക്കുമ്പോ തോന്നും പോരാ വേണ്ട. പക്ഷെ ഇപ്പൊ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും സിംഗേഴ്സ് എന്നുള്ള രീതിയിൽ അല്ലേ അവനവന്റെ പാട്ടുകളെല്ലാം നിങ്ങളൊക്കെ തന്നെ ഇപ്പൊ പാടുന്നത്. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ, അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. കാരണം എൻ്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴും കിടക്കുന്നതാണത്. നിവിൻ നസ്രിയ കോംബോ അന്ന് നമുക്കറിയാം, അന്ന് അവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഓളം വേറെ തന്നെയാണ്. പിന്നെ അതൊരു നേരത്തിന്റെ പാർട്ടായിട്ടല്ല ആ പാട്ട് നമ്മൾ കാണുന്നത് അല്ലേ, അത് എപ്പോഴും ഒരു വേറൊരു ആൽബമായിട്ടൊക്കെ ആൾക്കാർ എടുക്കുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് വേറെ തന്നെ ഇങ്ങനെ നിർത്തി ചെയ്യുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഒരു 8ാമത്തെയോ 9ാമത്തെയോ പാട്ടാണ് അത് ഓക്കെ ആവുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ ചെറിയ ചെറിയ ബിറ്റൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അതിങ്ങനെ വർക്കാവാതെ. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എങ്ങടെ വഴി പോകേണ്ടത്. സോ അത് ചെയ്ത് എനിക്ക് തോന്നുന്നു കുറെ കൂടെ. അപ്പം എനിക്ക് മനസ്സിലായി സിമ്പിൾ ട്യൂൺ ചെയ്യണം, അതാണ് ഏറ്റവും പാട്. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും വർക്ക് ചെയ്യാത്ത പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. സോ അപ്പോൾ അത് ഓണസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഭാഗം. അപ്പോൾ ഓണസ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റാവും.
സോ എനിക്കൊന്ന് അതൊക്കെ എന്നെ പഠിപ്പിച്ച പാട്ടുകളാണ് ഇതൊക്കെ. ഞാൻ ചെയ്തു വന്നപ്പോൾ ഓ ഇങ്ങനെയാടാ ശരിക്കും പാട്ട് പ്രോസസ്സ് ഇങ്ങനെയാടാ, ഓ ഇങ്ങനെയാണല്ലേ ഒക്കെ എന്നൊക്കെ മനസ്സിലായത്. നമ്മൾ പറഞ്ഞു തുടങ്ങിയേ മറ്റേ എല്ലാരും കേട്ടാ അപ്പൊ എടുത്ത് കൊണ്ടുപോവാ വീട്ടിൽ കൊണ്ടുപോവാ എന്ന് പറയുന്ന പാട്ടുകൾ. അതിലാ സ്റ്റാർട്ടിങ്. ഓ ആ സമയത്ത് ആക്ച്വലി അത് മെയിൻ ആ സമയത്ത് നമ്മുടെ ഫോണിൽ റിംഗ് ടോൺ വെക്കുന്ന പതിവായിരുന്നു. സോ ഞാൻ എപ്പോഴും റിംഗ് ടോൺ മാറ്റുമായിരുന്നു. എൻ്റെ റിംഗ് ടോൺ തന്നെ ഫോൺ റിംഗ് ടോൺ മാറ്റുമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അപ്പോൾ നമുക്കും ഇപ്പം എനിക്കൊരാഗ്രഹം, അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോഴും ഈ പാട്ട് ആൾക്കാർ റിംഗ് ടോൺ ആയിട്ട് വെക്കണം. അതുകൊണ്ട് ആദ്യത്തെ ഒരു പാട്ട് തുടങ്ങുന്നതിന് ഇത്രയും ഭാഗം ഒരു റിംഗ് ടോൺ സ്പെസിഫിക് ആയിട്ട് ഇരിക്കണം, ആൾക്കാർക്ക് റിംഗ് ടോൺ വെക്കാൻ തോന്നണം എന്ന് വിചാരിച്ച് ചെയ്തപ്പോഴാണ് ശരി ഇങ്ങനെ നമുക്ക് തുടങ്ങാം, ഒരു ഗിറ്റാറിൽ തുടങ്ങാം, എന്നിട്ട് റെക്കോർഡിങ് പോവാം. അത് ഭയങ്കര കൗതുകമായിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഞാൻ ആരും പറഞ്ഞിങ്ങനെ കേട്ടിട്ടില്ല. അത് ഞാൻ പിന്നെ പല സ്ഥലത്തും ഞാനായിട്ട് പിന്നെ റിംഗ് ടോൺ ഒക്കെ കേട്ടിട്ടുണ്ട്. കണ്ടിട്ട് അന്നൊക്കെ ഇഷ്ടം പോലെ വിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതിൽ മെല്ലെ തുറന്ന നാളിലൊക്കെ കേട്ട് പിന്നെ കൊളർ ട്യൂൺ വന്ന സമയത്ത് കൊളർ ട്യൂണിൽ കേൾക്കാൻ തുടങ്ങി. എന്നാ പാട്ട് തന്നെ പാടാം. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ, കാറ്റിൽ കണ്ണിമതല്ലടയാതെ കൊതിയോടെ എന്നും കാവലിരിക്കുവതാരോ, ഒരു നാളും പിണങ്ങാതെ എന്നോടൊന്നും ഒളിക്കാതെ ഒരുമിച്ചു കിനാവുകൾ കാണുവതാരോ, കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും നിഴലായി കൂടെ നടക്കുവതാരോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.